സോ എനിമി ലവേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ 10ാമത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ വീഡിയോയിലോട്ട് കടക്കാം. സോ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, എന്തിനാണ് രാജാവ് ആർത്തറിനോട് ക്ഷമ ചോദിക്കാൻ വന്നതെന്ന്. സോ ചിലർക്ക് അതിൻ്റെ കാരണം മനസ്സിലായി കാണും. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആർത്തർ അവൻ്റെ ഫ്രീസ് ചെയ്യാനുള്ള മാജിക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ സെബാസ്റ്റ്യൻ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും കാണുന്നത്. എന്നിട്ട് ആർത്തർ ടൈമിനെ ഫ്രീസ് ചെയ്തപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും അവിടെ നടന്ന കാര്യങ്ങൾ കാണാൻ കഴിയില്ല. അതിനുശേഷം ടൈം ഫ്രീസായി വെച്ചത് മാറിയപ്പോൾ എല്ലാവരും ഉണർന്നപ്പോൾ ആർത്തർ ബോധം കെട്ട് കിടക്കുന്നതായിട്ടാണ് എല്ലാവരും കാണുന്നത്. സോ ഫ്രീസ് ചെയ്യുന്നതിനാട്ടി മുമ്പ് ഇവർ കണ്ടത് സെബാസ്റ്റ്യൻ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. സോ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ കാണുന്നത് ആർത്തർ ബോധം കെട്ട് കിടക്കുന്നതും. സോ ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് സെബാസ്റ്റ്യൻ ആർത്തറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ആർത്തർ ബോധം കെട്ട് വീണെന്നാണ്. അതുകൊണ്ടാണ് രാജാവ് ഈ കാര്യത്തിൽ ക്ഷമ ചോദിക്കാൻ വേണ്ടി ഒരാളെ ആർത്തറിൻ്റെ അടുത്തോട്ട് അയച്ചത്. അതുമാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ആർത്തർ ക്ഷമ ചോദിക്കാൻ വന്ന ആളോട് സെബാസ്റ്റ്യനെ പറ്റി ചോദിക്കുന്നുണ്ട്. അവൻ്റെ കാലിൻ്റെ പരിക്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് സെബാസ്റ്റ്യനെയും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, അയാളിപ്പോൾ ചികിത്സയിലാണ്. ഉണർന്നത് മുതൽ അയാൾ പറയുന്നത് നിൻ്റെ മകനാണ് അയാളുടെ കാലൊടിച്ചതെന്നാണ്. അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, എന്താണ് അയാൾ പറയുന്നത്, എൻ്റെ മകൻ എങ്ങനെ അയാളുടെ കാലൊടിക്കും? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, നിങ്ങളുടെ മകനെ ആദ്യം ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നില്ലേ, അയാളുടെ മാജിക്ക് വഴിതെറ്റി തിരിച്ചു വന്ന് അത് സെബാസ്റ്റ്യൻ്റെ കാലിൽ തട്ടി സെബാസ്റ്റ്യൻ്റെ കാലിന് പരിക്ക് പറ്റിയതാകാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. രാജാവ് നടന്ന കാര്യങ്ങളിലെല്ലാം ഖേദിക്കുന്നു. അതുകൊണ്ടാണ് രാജാവ് ക്ഷമ പറയാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങളുടെ മകന് ജന്മസിദ്ധമായ കഴിവുകളുണ്ട്, പക്ഷേ അവനെ മര്യാദ കൂടി പഠിപ്പിക്കണം. സോ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വിട്ടുപോയത്. സോ എൻ്റെ മിസ്റ്റേക്കാണ്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.